ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. മെറ്റയുടെ പുതിയൊരു ആപ്ലിക്കേഷനാണ് ത്രെഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. നമ്മുടെ ട്വിറ്ററിന് പകരക്കാരൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ത്രെഡ് നമ്മുടെ മെറ്റ ഇറക്കിയിരിക്കുന്നത്. അപ്പം ഈ ഒരു ത്രെഡ് ആപ്ലിക്കേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ ത്രെഡ് ആപ്ലിക്കേഷനിലെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ, അതെങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ത്രെഡ് ആപ്ലിക്കേഷനിലെ പ്രൊഫൈൽ പിക്ചർ എങ്ങനെ ചേഞ്ച് ചെയ്യാം നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ത്രെഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് താഴെ നോക്കാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പേജിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നതാണ്. ഇനി ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ, അതുപോലെ നെയിം, പിന്നെ ബയോ, ലിങ്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ ബയോ എന്നത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, പിന്നെ ലിങ്ക് ചേഞ്ച് ചെയ്യാം. പിന്നീട് നമുക്ക് നമ്മുടെ പ്രൊഫൈല് പ്രൈവറ്റ് ആക്കണമെങ്കിൽ ഇവിടെ നിന്ന് പ്രൈവറ്റ് ആക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഈ ഒരു അക്കൗണ്ട് പബ്ലിക് ആണ്, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് പ്രൈവറ്റ് ആക്കാം. ഇനി നമുക്ക് പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ആ ഒരു പ്രൊഫൈൽ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, ആ ഒരു പ്രൊഫൈൽ പിക്ചർ ഇവിടെ കാണുന്നുണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ 3 ഓപ്ഷൻസ് ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെ ന്യൂ പ്രൊഫൈൽ പിക്ചർ, ഇമ്പോർട്ട് ഫ്രം ഇൻസ്റ്റാഗ്രാം, അതുപോലെ റിമൂവ് കറന്റ് പിക്ചർ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള പിക്ചർ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നീട് ഇമ്പോർട്ട് ഫ്രോം ഇൻസ്റ്റാഗ്രാം എന്നതുള്ളത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള പ്രൊഫൈൽ പിക്ചർ നമുക്ക് ഇപ്പോൾ ഇങ്ങോട്ട് ത്രെഡിലോട്ട് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇങ്ങോട്ട്, അതായത് ത്രെഡ് ആപ്ലിക്കേഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ന്യൂ പ്രൊഫൈൽ പിക്ചർ എന്നതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള ഏത് പിക്ചർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഒരു പിക്ചർ ഇവിടെ ചൂസ് ചെയ്തു. എന്നിട്ട് ഇവിടെ മുകളിൽ കാണുന്ന ആരോ ഉണ്ടല്ലോ, ആ ഒരു ആരോ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രൊഫൈൽ പിക്ചറിന് ഫിൽറ്റർ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ എഡിറ്റ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പിക്ചറിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ കുറേയധികം ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം തൽക്കാലം ഞാൻ ജസ്റ്റ് ഒരു ഫിൽറ്റർ മാത്രം ആഡ് ചെയ്തു. എന്നിട്ട് മുകളിൽ കാണുന്ന ഒരു ആരോ ഉണ്ടല്ലോ, ആ ആരോ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ആരോ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അത് കൂടുതൽ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് ഡൺ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവർക്കും ഈ ഒരു പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ത്രെഡ് ആപ്ലിക്കേഷനിലെ പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് പ്രൊഫൈൽ പിക്ചർ മാത്രമല്ല, ഈ ബയോ ചേഞ്ച് ചെയ്യുക, അതുപോലെ നമ്മുടെ ലിങ്ക്, യൂട്യൂബിന്റെ ഒക്കെ ലിങ്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക. പിന്നീട് പ്രൊഫൈൽ പ്രൈവറ്റ് ആക്കണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പ്രൈവറ്റ് ആക്കാനും എല്ലാം സാധിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ നിന്നും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ത്രെഡ് ആപ്ലിക്കേഷനിലെ പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ത്രെഡ് ആപ്ലിക്കേഷനിലെ പ്രൊഫൈൽ പിക്ചർ ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്ത് എടുത്തോളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. പറ്റിയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.